ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നീ നശിക്കാതിരിക്കണമെങ്കിൽ 2 തിമോത്തി 1:8 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ ദൈവവചന ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കവേ അനേകം കുടുംബങ്ങളിലും വ്യക്തികളുടെ ജീവിതങ്ങളിലും അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് ഏതവസ്ഥയിലാണ് നീ ഇരിക്കുന്നതെങ്കിലും ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ വെളിപ്പെടുത്തിരുന്നൊരു വചനമുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. 93-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ തിരുലിഖിതം, സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കർത്താവ് ശക്തനാണ്. സമുദ്രങ്ങളുടെ ഗർജനങ്ങളെക്കാളും ഉയരുന്ന തിരമാലകളെക്കാളും കർത്താവ് ശക്തനാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഈ വചനം കേൾക്കാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ വിശിഷ്ട ഓഹരിയുടെ മേൽ ഇപ്പോൾ അത്ഭുതകരമായ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കൈകൾ ഉയർത്തി അങ്ങ് മക്കളെ ആശീർവദിക്കണമേ. അത്ഭുതങ്ങൾ ഈ കുടുംബങ്ങളിൽ നടക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ ഈ സമൂഹങ്ങളിൽ നടക്കട്ടെ കർത്താവേ. എല്ലാ ഭവനങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും യേശുവിന്റെ നാമത്താൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങയുടെ മക്കളെ ശല്യപ്പെടുത്തുന്ന ഭാരം, നിരാശ, സങ്കടം, വെറുപ്പ്, പിണക്കം, യോജിപ്പില്ലായ്മ, മനസ്സിന്റെ മന്ദത, മരവിപ്പ്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അന്ധകാര പിടകൾ, പൈശാചിക പിടകൾ, ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങളാൽ വേദനപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, അന്ധകാരത്താൽ മരച്ചിരിക്കുന്ന മനസ്സുകളിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങയുടെ മക്കളെ ശല്യപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഭാരപ്പെടുത്തുകയും കണ്ണുനീരിലാർത്തുകയും ചെയ്യുന്ന എല്ലാ നാരകീയ സേനകളെയും രോഗശക്തികളെയും പൈശാചിക വ്യൂഹങ്ങളെയും ഉപദ്രവകരമായ എല്ലാ അരൂപികളെയും സ്വാധീനങ്ങളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നിത്യനാശത്തിലേക്ക് നിപതിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ ഒരു രക്ഷാ വഴിയെ കുറിച്ച് അത്രയും. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള തീഷ്ണത കൊണ്ട് നിന്റെ ഹൃദയം നിറയണം. നീ അറിഞ്ഞ കാര്യങ്ങൾ 10 പേരോട് പറയണം. യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച്, മാനസാന്തരത്തെ കുറിച്ച് പറയണം. സ്വർഗത്തെ കുറിച്ച് പറയണം. ആളുകളെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ അധ്വാനിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന മഹാനായ ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്, മനുഷ്യരുടെ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അധ്വാനത്തെക്കാൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മറ്റൊരു പുണ്യപ്രവൃത്തിയില്ല. ഈ ഭൂമിയിൽ മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ശ്രേഷ്ഠമായൊരു പുണ്യപ്രവൃത്തിയാണ് നശിച്ചു പോകുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്.
മറ്റുള്ള ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അധ്വാനത്തെക്കാൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മറ്റൊരു പുണ്യപ്രവൃത്തി ഈ ലോകത്തിൽ ഇല്ല എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഒരായുസ് മുഴുവൻ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിച്ച ജോൺ ക്രിസോസ്റ്റം രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മനുഷ്യരക്ഷയ്ക്കായി പ്രയത്നിക്കുവിൻ. അതിനേക്കാൾ പ്രസാദകരമായി ദൈവത്തിന് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മനുഷ്യരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുവീൻ. അതിനേക്കാൾ പ്രസാദകരമായി ഈ ഭൂമിയിൽ ദൈവത്തിന് മറ്റൊന്ന് ഇല്ല എന്ന് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ തന്റെ ഒരു ആയുസ് മുഴുവൻ ദൈവപ്രീതിക്കായി വ്യയം ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അദ്ദേഹം പിൻതലമുറകൾക്കായി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യാക്കോബ് 4:5 നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാവിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. കാരണം അത്രമാത്രം ദൈവം ഈ ആത്മാവിന് വില കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ ഈ വചനം വായിച്ചപ്പോൾ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മ നൽകിയ ബോധ്യം ലോകത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ പറഞ്ഞെങ്ങനെയാണ്: ഒരാത്മാവ് ദൈവ തിരുമുമ്പിൽ എല്ലാ ലോകങ്ങളെയുംകാൾ വിലപ്പെട്ടതാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ മുഴുവൻ ലോകങ്ങളെയും ചേർത്ത് വെച്ചാൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വില ഒരാത്മാവിന് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്ന് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാ ലോകങ്ങളെയുംകാൾ വിലപ്പെട്ടതാണ് ഒരാത്മാവ്. അതുകൊണ്ടാണ് യാക്കോബ് 4:5 നമ്മൾ വായിച്ചത്: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മറ്റൊരാൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് പാപത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്താൽ പാപിയെ മാനസാന്തരത്തിലേക്ക് പിന്തിരിപ്പിച്ചവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. അത്രയും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തെ തന്റെ ലിഖിതങ്ങളിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. എന്റെയും നിങ്ങളുടെയും ആത്മാവ് നിത്യനാശത്തിൽ നിപതിക്കാതിരിക്കാൻ ഞാനും നിങ്ങളും മറ്റുള്ള ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനങ്ങളിലൂടെ നിർബന്ധിക്കുകയായി. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞെങ്ങനെയാണ്: നീ നിന്റെ സഹോദരനെ രക്ഷിച്ചുവെങ്കിൽ നിന്റെ ആത്മാവിനെയും രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് സഭയിലെ മഹാവിശുദ്ധനായ ഒരു പുണ്യവാനാണ്. ആ പുണ്യവാൻ പറയുകയാണ്: നീ നിന്റെ സഹോദരനെ നിന്റെ അടുത്തുള്ള പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ പാപിയുടെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ നിന്റെ ആത്മാവിനെയും രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 20-ാം തിരുലിഖിതങ്ങളിൽ യേശു ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ശ്ലീഹന്മാർ വചനം പ്രസംഗിച്ച് തിരിച്ചു വന്നിട്ട് ശ്ലീഹന്മാർ യേശുവിനോട് പറഞ്ഞു: യേശുവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, ലൂക്ക 10:20, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, എന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിത്യരക്ഷ ഞാനും നിങ്ങളും ഉറപ്പിക്കുന്ന സമയമാണത്. എന്നാൽ ഞാനും നിങ്ങളും തൊട്ടടുത്തുള്ള ആളുകളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ലെങ്കിൽ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആത്മാവ് നിത്യനാശത്തിൽ നിബന്ധിക്കുകയില്ല എന്നത് എന്തുറപ്പാണ് നമുക്കുള്ളത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മാവ് നിത്യനാശത്തിൽ നിബന്ധിക്കാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി രാപ്പകലുകൾ അധ്വാനിച്ചേ മതിയാവൂ. ഇതിനെക്കുറിച്ച് ജീവിതത്തിൽ എപ്പോഴും
ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന വിശുദ്ധാത്മാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട്. മഹാപണ്ഡിതനായ ലുദ്വിഗ് അസേസ്തോസ് അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, ഒരു വൈദികന്റെ ചൈതന്യം നിലകൊള്ളുന്നത് ആ വൈദികന് എത്രമാത്രം മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തീഷ്ണതയുണ്ടോ, ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി എത്രമാത്രം ആഗ്രഹമുണ്ടോ, ഈ രണ്ട് സംഗതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു വൈദികന്റെ, ഒരു സിസ്റ്ററിന്റെ, ഒരു സമർപ്പിതന്റെ, ഒരു ദൈവരാജ്യ വേലക്കാരന്റെ, ഒരു ക്രിസ്തീയ പൈതലിന്റെ ദൈവിക മഹത്വം കുടികൊള്ളുന്നത്, ദൈവിക ചൈതന്യം കുടികൊള്ളുന്നത് ദൈവം എല്ലാവരാലും സ്നേഹിക്കപ്പെടണമെന്നും എല്ലാ പാപികളും മാനസാന്തരപ്പെടണമെന്നുമുള്ള തീഷ്ണത എത്രമാത്രമുണ്ടോ അത്രയും ചൈതന്യമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് മഹാനായ വിശുദ്ധ ലുദ്വിഗ് രേഖപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ദൈവവചനം ഒരു ദൈവ പൈതലിന് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ രണ്ട് തീഷ്ണത എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കണം. ഒന്ന്, ദൈവം എല്ലാവരാലും സ്നേഹിക്കപ്പെടണം. ഞാനും എന്റെ ദൈവവും ഞങ്ങൾ തമ്മിൽ മാത്രം സ്നേഹിച്ചിരുന്നാ പോരാ, ദൈവം എല്ലാവരാലും സ്നേഹിക്കപ്പെടണം. രണ്ട്, എല്ലാ പാപികളും മാനസാന്തരപ്പെടണം, എല്ലാ മനുഷ്യരും നിത്യരക്ഷയിലേക്ക് എത്തിച്ചേരണം. ഈ രണ്ട് കാര്യങ്ങൾ തീ പോലെ നമ്മുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കണമെന്നാണ് വിശുദ്ധാത്മാക്കള് അവരുടെ അനുഭവത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരുടെ രക്ഷയിൽ താല്പര്യമില്ലാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നേയില്ല, ഇത് തീർച്ച തന്നെ. മറ്റുള്ള പാപികളുടെ മാനസാന്തരത്തിൽ, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ മാനസാന്തരത്തിൽ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നേയില്ല, ഇത് തീർച്ച തന്നെ. ദൈവത്തെ സ്നേഹിക്കാത്തവരോ അവൻ മരണത്തിൽ നിലകൊള്ളുന്നു. അവൻ മരണത്തിലാണ് നിലകൊള്ളുന്നത്. ഞാനും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കണം. അത് എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണം, എല്ലാ പാപികളും മാനസാന്തരപ്പെടണം. അങ്ങനെ അതിർവരമ്പുകളില്ലാതെ മുഴുവൻ ആളുകളുടെയും മാനസാന്തരത്തിൽ കത്തിയെരിയുന്ന ഹൃദയം എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വേണം, നിങ്ങളുടെ ഉള്ളിൽ വേണം. സിയന്നായിലെ വിശുദ്ധ കത്രീന ഇതിനെക്കുറിച്ച് പറയണത് എങ്ങനെയാണ്, ആ വിശുദ്ധയ്ക്ക് ഉള്ളിൽ എല്ലാ പാപികളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും അടുത്ത് പോയി പ്രവർത്തിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒരു സ്ത്രീയല്ലേ സിയന്നായിലെ വിശുദ്ധ കത്രീന. ആ കത്രീന ചെയ്യുന്നൊരു കാര്യമുണ്ട്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവരാജ്യ വേലക്കാരനെ കണ്ടാൽ വേഗം ചെന്ന് ആ കാലുകൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ആ വിശുദ്ധയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ വിശുദ്ധ പറയുകയാണ്, പാപികൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ നരകത്തിന്റെ വാതുക്കെ പോയി കടന്നുകൊള്ളാമെന്ന്. ആ വിശുദ്ധ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു രംഗം ആ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ ഒരു തീഷ്ണതയോട് നിറഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അന്ധനായിരിക്കുന്നത് കൊണ്ട് ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ 1000 തവണ അന്ധനായി ജനിക്കുന്നതിൽ അഭിമാനം മാത്രമേ എനിക്കുള്ളൂ എന്ന് ജോൺ ക്രിസോസ്റ്റം തന്റെ പ്രസംഗ മധ്യേ ദൈവജനത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ അന്ധനായിരിക്കുന്നത് കൊണ്ട് ആത്മാക്കൾ രക്ഷപ്രാപിക്കുന്നെങ്കിൽ ഞാൻ 1000 തവണ അന്ധനായി ജനിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും, എത്ര അപമാനം സഹിച്ചാലും, എത്ര ക്ലേശം സഹിച്ചാലും അതിനെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ആത്മാവാണ് ഈ വിശുദ്ധനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ആ യുഗത്തിലെ ശ്രേഷ്ഠനായ ഒരു മഹാവിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് അബദ്ധജടിലമായ പ്രബോധനങ്ങൾ, ഇടർച്ച വെക്കുന്ന ദുരുപദേശങ്ങൾ കത്തിപ്പടർന്നു. അങ്ങനെ അബദ്ധവാദികൾ ഒരുപാടുണ്ടായി. സത്യവിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേര് വ്യതിചലിച്ചു പോയി, സഭയിൽ നിന്ന് ഒരുപാട് പേര് വീണുപോയി, വിശുദ്ധ കൂദാശകളിൽ നിന്ന് ഒരുപാട് പേര് അകന്നുപോയി. അങ്ങനെ ഒരുപാട് പേര് ദൈവിക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകപ്രകാരം ജഡ വെറിക്കൂത്തുകളിൽ മുഴുകുന്നൊരു കാഴ്ച കണ്ടപ്പോൾ ഫ്രാൻസിസ് സാലസിന്റെ ഹൃദയം കത്തിയെരിഞ്ഞു. അദ്ദേഹം അബദ്ധവാദികളുടെ ഇടയിൽ പോയി നിരന്തരം യേശുവിനെ കുറിച്ചും മാനസാന്തരത്തെ കുറിച്ചും അവരുടെ പുച്ഛവും അപമാനവും വകവെക്കാതെ അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കൊടും മഴക്കാലം വന്നപ്പോൾ ഫ്രാൻസിസിന് അബദ്ധവാദികളുടെ അടുത്തേക്ക് പോകാൻ പറ്റാതെയായി. കാരണം ഫ്രാൻസിസ് സാലസ് താമസിച്ചിരുന്ന ആ ആശ്രമത്തിൽ നിന്ന് അബദ്ധവാദികൾ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പുഴ കടന്നു പോകണമായിരുന്നു. ആ പുഴ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകി കുത്തൊഴുക്കിൽപ്പെട്ട് നല്ല കുത്തൊഴുക്കോടെ വെള്ളം ഒഴുകുമ്പോ ഫ്രാൻസിസിന് നീന്തി കടക്കാൻ പറ്റാത്തത്ര ആ വെള്ളം ഇരുകരകൾ കവിഞ്ഞൊഴുകുന്ന സമയത്ത് അക്കരെ കടക്കാൻ പറ്റാതെയായി. പിന്നെ ആകെയുള്ളൊരു മാർഗം ഈ പുഴയുടെ ഇരുകരകളിൽ തൊട്ടു നിൽക്കുന്ന ഒരു ഒറ്റ തടി ഒരു പാലം പോലെ ഇട്ടിട്ടുണ്ട്.
അതിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസകരമായ സംഗതിയാണ്. എപ്പോഴെങ്കിലും കാല് തെറ്റിയാൽ ജീവൻ തന്നെ അപകടത്തിലാവും. എങ്കിലും ഫ്രാൻസിസ് സാലസ് മടി വിചാരിച്ചില്ല. വെള്ളം കുറഞ്ഞിട്ട് നാളെ പോയി സുവിശേഷം പ്രസംഗിക്കാം എന്ന് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ വെള്ളം കുറയും, അന്നേരം പോയി സുവിശേഷം പ്രസംഗിക്കാം എന്ന് ചിന്തിച്ചില്ല. ഫ്രാൻസിസ് സാലസ് ആ കൊടും മഴക്കാലത്ത് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അദ്ദേഹം ആ തടിയിൽ കമന്ന് കടന്ന് തന്റെ നെഞ്ച് ഒരഞ്ഞ് ആ തടിയിലൂടെ എഴഞ്ഞ് വലിഞ്ഞ് നീങ്ങി അക്കരെ കടന്ന് പോയി സുവിശേഷം പ്രസംഗിക്കും. വൈകുന്നേരം തിരിച്ചു ഇതുപോലെ നെഞ്ചൊരഞ്ഞ് ആ പാലത്തടിയിൽ കമന്ന് കടന്ന് ഒരു സെക്കൻഡ് കൈതെറ്റിയാൽ മതി ആ കുത്തൊഴുക്കപ്പെട്ട് അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകടത്തിലാവും. എങ്കിലും ആ അപകടത്തെ വകവെക്കാതെ ഫ്രാൻസിസ് സാലസ് ആ തടിയിൽ കമന്ന് കടന്ന് നീന്തി നെഞ്ചൊരഞ്ഞ് ഓരോ തവണയും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോയി സുവിശേഷം പ്രസംഗിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഴക്കാലം മുഴുവനും അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ സുഖം നോക്കി നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ആത്മാവുള്ള ഒരു ദൈവ പൈതലിനും ചേർന്നതല്ല. ഞാനും നിങ്ങളും ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് സമയം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ലിസിയിലെ കൊച്ചു മഠത്തിലിരിക്കുമ്പോ ആ കൊച്ചു മഠത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മിഠായി കടലാസ് ആ മഠത്തിന്റെ വരാന്തി കിടക്കണം കണ്ടാൽ ആ കൊച്ചു ത്രേസ്യ പുണ്യവതി ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പാപികളുടെ മാനസാന്തരത്തിനൊരു തീഷ്ണതയോടെ നിറഞ്ഞ് ആ മിഠായി കടലാസ് കുനിഞ്ഞെടുത്തിട്ട് ഇത് ലോകത്തിൽ പാപത്തിൽ നശിക്കുന്ന ആത്മാക്കൾക്കൊണ്ട് ഞാൻ കാഴ്ചവെക്കുന്നെന്ന് പറഞ്ഞ് ആ മിഠായി കടലാസ് എടുത്തുകൊണ്ടുപോയി വേസ്റ്റ് ബോക്സിലേക്ക് ഇടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫ്രാൻസിസ് സാലസ് ചെയ്തതുപോലെ വീരോചിതമായി നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. അതുപോലെ നമ്മളായിരിക്കുന്ന ആ കൊച്ചു കോൺവെന്റിൽ, നമ്മളായിരിക്കുന്ന ആ കൊച്ചു സ്ഥാപനത്തിൽ, നമ്മളായിരിക്കുന്ന കൊച്ചു വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്വാഭാവിക പ്രവൃത്തികളും അതിസ്വാഭാവികമായ തീഷ്ണതയോടെ ചെയ്ത് ദൈവസന്നിധിയിൽ അനേക ആത്മാക്കളെ കോരിയെടുക്കാൻ, അനേക ആത്മാക്കളെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നതിന് സംശയമില്ല. കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തത് ആ കൊച്ചു മഠത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ കൊച്ചു മഠത്തിന്റെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ലോകത്തിലെ മുഴുവൻ പാപികളുടെ മാനസാന്തരത്തിൽ എരിയുന്നൊരു ഹൃദയത്തോടെ ഇരുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തത് ഓരോ ദിവസത്തെയും സ്വാഭാവികമായ പ്രവർത്തികളെ അതിസ്വാഭാവികമായ ഇന്റൻഷനോടെ, അതിസ്വാഭാവികമായ ലക്ഷ്യത്തോടെ ചെയ്ത് ദൈവസന്നിധിയിൽ പാപികളുടെ മാനസാന്തരത്തിനോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരാൾ ഒരു കുത്തുവാക്ക് പറയുമ്പോൾ അത് പാപികളുടെ മാനസാന്തരത്തിന് ഏറ്റെടുത്ത് കാഴ്ചവെച്ചു. ഒരു മിഠായി കടലാസ് കണ്ടു, അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അതെടുത്ത് ദൈവസന്നിധിയിൽ ആ ഒരു പരിത്യാഗ പ്രവൃത്തിയായി അർപ്പിച്ച് കാഴ്ചവെച്ചു. അതുവഴി വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകം മുഴുവനുമുള്ള പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി ഒരു മഹാവിശുദ്ധയായി ഉയർത്തപ്പെട്ടു. അനേകം പാപികളെ മാനസാന്തരം നയിക്കാൻ തക്കവണ്ണം അത്ഭുത ശക്തി നിറഞ്ഞ ഒരു വിശുദ്ധയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, സഹോദരരെ, എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെ എല്ലാവരും അറിയണമെന്നും സ്നേഹിക്കണമെന്നും ഞങ്ങളുടെ സഹോദരങ്ങളായ എല്ലാ സഹോദരങ്ങളുടെയും മുഴുവൻ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യണമെന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഒരു ജ്വലനം ഞങ്ങളെ നിർബന്ധിക്കട്ടെ കർത്താവേ. ഞങ്ങൾ ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാകുന്ന എത്രയോ ഹീനമായ അവസ്ഥയാണ്. ഞങ്ങളുടെ ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി, ഞങ്ങളുടെ ഇച്ഛകളെല്ലാം നിവർത്തിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കുറെ കാലം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഓ ദൈവമേ, ഒരു കുഞ്ഞായിരിക്കുമ്പോ മുതല്, ഒരു ബാലികയായിരിക്കുമ്പോ മുതല്, ഒരു ബാലനായിരിക്കുമ്പോ മുതല്, ഒരു യുവാവായിരിക്കുമ്പോ മുതല്, ഒരു യുവതി എന്ന നിലയിൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, എന്റെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥനനുസരിച്ച് എന്റെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ലജ്ജിക്കാതെ എന്റെ യേശുക്രിസ്തുവിന് വേണ്ടി 10 ആത്മാക്കളെ നേടാൻ, പാപത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന 10 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവരായി തീരാൻ, പ്രേക്ഷിതരും ദൈവത്തിന്റെ രാജ്യത്തിന്റെ വേലക്കാരും എന്നുള്ള അഭിമാനം കൊള്ളാൻ ദൈവമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അന്ധനായിട്ടാണ് പിരിക്കണമെങ്കിൽ ഈ അന്ധത കൊണ്ട് അനേക ആത്മാക്കളെ നേടാൻ, രോഗിയായിട്ടാണ് ഇരിക്കണമെങ്കിൽ അൽഫോൻസ പുണ്യവതി ചെയ്തതുപോലെ ആ രോഗം കൊണ്ട് 10 ആത്മാക്കളെ നേടാൻ, ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഈ അവസ്ഥയിൽ ഈ വേദന, ഈ അപമാനം, ഈ കഷ്ടത അനേകം പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെച്ച് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇന്ധനമാക്കിയത് മാറ്റാൻ ഇപ്പോൾ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ അറിയാത്ത സകലരെയും അങ്ങയുടെ നാമം
അനുഗ്രഹിക്കാൻ, നിത്യരക്ഷയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളെ നിത്യരക്ഷയ്ക്ക് തിരിച്ചു കൊണ്ടുവത്തക്കുള്ള ഉന്നതമായ അഭിഷേകം ഓരോ മകന്റെ മേലും മകളുടെ മേലും നിറയട്ടെ. സഭയുടെ മേൽ നിറയട്ടെ, ഇടവകയുടെ മേൽ നിറയട്ടെ, രൂപതയുടെ മേൽ നിറയട്ടെ, കോൺഗ്രിഗേഷന്റെ മേൽ നിറയട്ടെ, കോൺവെന്റിന്റെ മേൽ നിറയട്ടെ, ഓരോ സമർപ്പിതന്റെ മേലും നിറയട്ടെ, ഓരോ ശുശ്രൂഷകരുടെ മേലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.